യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ചേരിപ്പോര് തുടരുന്നു. ബിനു ചുള്ളിയലിനെ അധ്യക്ഷനാക്കുന്നതിൽ എതിർപ്പറിയിച്ച് കേരളത്തിൽ നിന്നുള്ള 2 ദേശീയ സെക്രട്ടറിമാർ. ഇതോടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് നീളാൻ സാധ്യത. പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ തന്റെ അഭിപ്രായം തേടിയതായി ദേശീയ സെക്രട്ടറി ജിൻഷാദ് ജിനാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾ ദേശീയ പ്രസിഡന്റിനോടും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടും കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, സംഘടനയുടെ അകത്തുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രസ്ഥാനത്തിന് ഒരാളെയാണ് പ്രസിഡൻ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് KPCCയും അതുപോലെ AICCയുടെ സംഘടനാ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കുമെന്നാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത്ത്, ഒരു പേരിലേക്ക് എത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെന്ന് അവിടെ ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശം? ഇന്ന് രാവിലെ 10:30 മണിയോടെ യൂത്ത് കോൺഗ്രസിലെ ദേശീയ ഭാരവാഹികളുടെ യോഗം നടന്നത്. അതിനുശേഷം 2:30 മണിക്ക് ശേഷം യോഗ അവസാനം. അതിനുശേഷം ദേശീയ അധ്യക്ഷൻ കേരളത്തിലുള്ള ദേശീയ ഭാരവാഹികളെ ഒറ്റക്കൊറ്റായി വിളിച്ചിട്ട് തങ്ങളുടെ അഭിപ്രായം തേടുകയായിരുന്നു. കേരളത്തിൽ 4 പേരാണ് ദേശീയ ഭാരവാഹികളായിട്ടുള്ള സെക്രട്ടറിയുമായിട്ടുള്ളത്. ഒന്ന് ജിനാസ്, അതേപോലെ ശ്രീലാൽ ശ്രീധർ, സിബിന VK, ഈ 3 പേരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ബിനു ചുള്ളിയിൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുപോലെ ഈ 3 പേരും തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ 2 പേർ അതായത് ജിന്നാസ് ആവട്ടെ, പിന്നെ അഭിജിത്തിൻ്റെ പേരും അതേപോലെ തന്നെ ശ്രീലാൽ അബിൻ വർക്കിയുടെ പേരും പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സിബിന VK നിലവിലെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ഏത് തീരുമാനമെടുത്താൽ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന ബിനു ചുള്ളിക്ക് അനുകൂലമായ നിലപാടാണ് സബീന എടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായപ്പോൾ തന്നെ ഒറ്റപ്പേര് ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിക്കാനിരുന്ന ദേശീയ അധ്യക്ഷൻ അത് നീട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. ഒരാഴ്ചയെങ്കിലും എടുക്കും ഇനി പുതിയ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നൊരു സ്ഥിതിയാണ് യൂത്ത് കോൺഗ്രസിലെ ദേശീയ ഭാരവാഹികളുടെ എതിർപ്പിനെ തുടർന്ന് അപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉടനെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരാഴ്ചത്തെ സമയമെങ്കിലും എടുക്കും. കാരണം AICC ഇക്കാര്യം പരിശോധിക്കണം. യൂത്ത് കോൺഗ്രസിൻ്റെ ഇവരെ വിയോജിപ്പ് തള്ളിക്കൊണ്ട് തന്നെ ബിനു ചുള്ളിനെ അല്ലെങ്കിൽ ബിനു ചുള്ളിനെ പിന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടി വരും. ഹൈക്കമാൻഡ് അഭിജിത്തിനെതിരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കുറവായിട്ട് അഭിജിത്തിൻ്റെ ചൂണ്ടിക്കാട്ടുന്നത് ദേശീയ നേതൃത്വം അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഭാരവാഹിയല്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് ഭാരവാഹിയായിരിക്കണം എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്.